എടോ വിജയ, ആരെയെന്നറിയാൻ വിളിച്ചത്? പിണറായി വിജയന്. ഇപ്പോൾ മനസ്സിലായല്ലോ, ഇത്തരം ഇത്തരം അഹങ്കാരവും ധിക്കാരവും കാണിച്ച് കാര്യങ്ങൾ ചെയ്താൽ എത്ര ആകാശത്തേക്ക് പറന്നു പോയാലും തറയെ വന്ന് സമ്മാനം വാങ്ങേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണല്ലോ. പാലക്കാട് വച്ച് നടക്കുന്നത് ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് എൻ്റെ സംഘാടന സമിതി യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പ്രസ്തുത സംഘാടന സമിതി യോഗത്തിൽ 2 മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. MP രാജേഷും മന്ത്രി കൃഷ്ണൻകുട്ടി മന്ത്രിയും പങ്കെടുക്കുന്നുണ്ട്. നവംബർ മാസം 7 മുതൽ 10 വരെയാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. അപ്പോൾ പിന്നെ MLA എല്ലാം വിളിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ ഈ മാങ്കൂട്ടത്തിന് MLA ഫോണിൽ കിട്ടുന്നില്ല, അതേ ഒളിവിലാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, ഈ വാർത്തയെല്ലാം വായിച്ച് കുട്ടികളുടെ ഇടയിൽ തന്നെ വലിയ ഒരു ആശങ്കയും കുട്ടികളുടെ ഇടയിൽ തന്നെ ഒരു ജിജ്ഞാസയും എന്താണെന്ന് സംബന്ധിച്ചൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ വന്ന് ഒരു സംഘാടക സമിതി രൂപീകരണ യോഗം അലങ്കോലപ്പെടുത്തുന്ന നിലയിലത്തേക്ക് കാര്യങ്ങൾ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വയം അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ലത്. മാറി നിൽക്കണമെന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഇല്ല, അദ്ദേഹത്തിനോട് അങ്ങനെ ഒരു കാര്യങ്ങൾ നേരെ നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. കാരണം ഇത് കുട്ടികളുടെ ഒരു ഉത്സവമാണല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഇനിയും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഈ പിന്നെ ഇരകൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും 3-4 പേര് പറഞ്ഞല്ലോ അസത്യമാണെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല? അപ്പോൾ ഈ അവർ പറഞ്ഞതെല്ലാം വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യമാണെങ്കിൽ അന്തസ്സോടുകൂടിയും അദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോലീസിന് പരാതിപ്പെടണം, കോടതിയിൽ പിന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം, നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടവർക്ക് മാങ്കൂട്ടൻ നോട്ടീസ് അയക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. ഇതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ലല്ലോ, ഒരു ഉളുപ്പുമില്ലാതാണ് നടക്കുകയാണല്ലോ. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് വളർന്നുകൊണ്ടിരിക്കുക. ഏതാ ഒരു പൊതുയോഗത്തിൽ നിന്ന് പ്രസംഗിക്കുക. എടോ വിജയ, ആരെയെന്നറിയാൻ വിളിച്ചത്? പിണറായി വിജയന്. ഇപ്പോൾ മനസ്സിലായല്ലോ, ഇത്തരം അഹങ്കാരവും ധിക്കാരവും കാണിച്ച് കാര്യങ്ങൾ ചെയ്താൽ എത്ര ആകാശത്തേക്ക് പറന്നു പോയാലും തറയെ വന്ന് സമ്മാനം വാങ്ങേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണല്ലോ. ഈ AICC നേതൃത്വവും KPCC നേതൃത്വവും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം വെറുപ്പിൻ്റെ ഉടമയായി കേരളത്തിൽ മാറിയിട്ടുള്ള ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത്? അതാണ് അവരാദ്യം വ്യക്തമാക്കേണ്ടത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു ഘട്ടത്തിൽ ഒരു സരിതയെ സംബന്ധിച്ചിടത്തോളം കുറേ ആക്ഷേപങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ നേതാക്കന്മാരുടെ പേര് അവർ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായി. ഇന്നിപ്പോൾ അവർ കേരളത്തിന് പുറത്തുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ അവശ നിലയിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അവർ പേരെല്ലാം പറഞ്ഞല്ലോ, ഒന്നുമില്ലാതെ പേരൊന്നും പറയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അവശ നിലയിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും ഒരു സഹായങ്ങൾ ചെയ്യണ്ടേ? മരുന്ന് വാങ്ങാനുള്ള പൈസയെങ്കിലും കൊടുക്കണ്ടേ? അതിനുള്ള ഒരു മനസ്സോലും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് അപൂർവങ്ങളായിട്ടുള്ള വിഷയമാണ്. ചില കേസുകളിൽ കോടതി പറയുമല്ലോ, ഇത് അപൂർവങ്ങളായിട്ടുള്ള വിഷയമായതുകൊണ്ട് ജീവപര്യന്തം ശിക്ഷിക്കുകയാണ് എന്ന് കോടതി പറയാറുണ്ടല്ലോ. അതുപോലെ ഇത് അപൂർവങ്ങളായിട്ടുള്ള വിഷയമാണ് ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിഷേധിക്കപ്പെടുന്നതിലോ അതല്ലെങ്കിൽ AICCയുടെ തീരുമാനത്തിനൊന്നും ഒരു വിലയുമില്ല. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്.
വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലും ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള വിവരം അപ്പം നമുക്ക് കാണാം. മിനിസ്റ്റർ, ഈ രാഹുൽ പങ്കെടുക്കുന്നത് വിദ്യാർത്ഥികൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നുള്ളൊരു തോന്നലുണ്ടോ? സംശയം എന്താ? അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കുന്നതോടുകൂടി അങ്ങനെ ഈ ഉന്നയിക്കപ്പെട്ട ആക്ഷേപമല്ല അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുന്നവരെ അയാൾ കുറ്റവാളിയാണ്. അങ്ങനെ ഒരു കുറ്റവാളി കുട്ടികളുടെ മുന്നിൽ വന്ന് വരുന്നതും പ്രസംഗിക്കുന്നതൊക്കെ ഒരു തെറ്റായ സന്ദേശം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ? നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ അയക്കുമോ ഇങ്ങനെ ഒരു ആളിനെ കാണുന്നതിന് വേണ്ടി? അതാരും അയക്കാൻ വേണ്ടി പോകുന്നില്ല. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യമുണ്ടോ? രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യം ഇന്നലെ ഞാൻ കോഴിക്കോട് തന്നെ പറഞ്ഞിരുന്നു. വീണ്ടും ആവർത്തിച്ച് തന്നെ പറയുകയാണ്, അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചെയ്യേണ്ടത് വക്കീൽ നോട്ടീസ് അയക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ ആൾക്കാർക്കും മാന്യമായി ഇനി സമൂഹത്തിൽ ഇറങ്ങണമെങ്കിൽ ഇയാൾ രാജിവെച്ച് ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയതിലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയതിലും ഞങ്ങൾക്ക് വലിയ തെറ്റുപറ്റിപ്പോയി എന്ന് കേരള ജനതയോട് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വവും ഇത് നോമിനേറ്റ് ചെയ്ത ആൾക്കാരും ഉണ്ടല്ലോ, കേന്ദ്ര കോൺഗ്രസ് നേതൃത്വവും കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടി, അല്ല, അത് അയാളാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളുടെ മാന്യത ഞങ്ങൾ കാണിച്ചു. ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹത്തിനുള്ള വരാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ. വരാനുള്ള അവകാശമുണ്ട്, പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ചടങ്ങ് അലങ്കോലപ്പെടാൻ വേണ്ടി പാടില്ല. പക്ഷേ അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ വരണമെന്നും വരരുത് എന്നും പറയില്ല, പക്ഷെ ധാർമ്മികതയുടെ പേരിൽ രാഹുൽ മാറി നിൽക്കണം, അങ്ങനെ ഒരു അഭിപ്രായമാണ്. അതാണല്ലോ എൻ്റെ ശരിയെന്ന് പറയുന്നത്.